ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നൊന്നും പറയണ്ട. ഇന്ന് സംഭവബഹുലമായ കഥകളും കാര്യങ്ങളൊക്കെ നടന്ന ദിവസമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ജാസ്മീനും ജബ്രി. ഈ ജബ്രി കോമ്പിനേഷൻ അവർക്ക് എന്താണ് ഇത് മനസ്സിലാകാത്തത് എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഹൗസ് മേറ്റ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചേഷ്ടകൾ കാണിച്ചു കൂട്ടുകയും അത് വെളിയിൽ അവർ വിചാരിക്കുന്നത് ഹൗസ് മേറ്റ്സിനെ എങ്ങനെയെങ്കിലും ഇത് കാണിച്ചിട്ട് ഞങ്ങൾ എന്തോ വലിയ സ്നേഹമാണ്, പ്രേമമാണ്, ഞങ്ങളിങ്ങനെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ജാസ്മീനെ വിട്ട് കഴിഞ്ഞാൽ ഗബ്രി ഓടിപ്പോകും തോന്നുന്നു, ഗബ്രി വിട്ട് കഴിഞ്ഞാൽ ജാസ്മീൻ ഓടിപ്പോകും തോന്നുന്നു. അങ്ങനെ ഒരു പിടുത്തമാണ് ഇവർ പിടിക്കുന്നത്. കിച്ചണിൽ പോയി നിന്നാലും ലിവിംഗ് റൂമിൽ പോയാലും എവിടെ പോയാലും ഇങ്ങനെ നമ്മൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ കൈ പിടിച്ച് മോനെ കൈ നിന്ന് പോവല്ലേ, കൈ പിടിച്ചോണേ എന്ന് പറയത്തില്ലയോ, കൈ വിട്ട് ഓടല്ലേ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും കൂടെ പിടിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ടുപേരും ഒരാൾ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾ ഓടിപ്പോയേക്കുന്നു. ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇത് പോകുന്നത്. ഇവർക്കിത് മനസ്സിലാക്കാനുള്ള യുക്തിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലയോ? ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ ബിഗ് ബോസ് കൊണ്ടുവന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഈ ഷോ കണ്ട് 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 നമുക്ക് വയ്യ. എപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുവാണെങ്കിൽ ഒന്നീ തോളത്ത് കൈ കിടക്കും. ഒരു കൈ ഇങ്ങനെ തോളത്തിട്ട് മറ്റേ ആളുടെ കൈ ഇങ്ങനെ ഇരിക്കും. കിടക്കുവാണെങ്കിലും ഇത് തന്നെ അവസ്ഥ. നടക്കുവാണെങ്കിൽ രണ്ടുപേരെ കൈ. എനിക്ക് തോന്നുന്നു ചോറുണ്ണാനും പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് തോന്നി കൈ ഒന്ന് വിടുന്നത്. ചോറുണ്ണാൻ പോയാലും ഒരുമിച്ച്, എവിടെയെങ്കിലും പോയാലും ഒരുമിച്ച് ഒരു വാതിലിൽ പോയി നിൽക്കുക. ഇവരാണ് മറ്റുള്ളവരിൽ നിന്നും അകന്നകന്നു പോകുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. ഞാൻ ഇത്രയും ദിവസം കണ്ടിടത്തോളം ഇവരെ ആരും ഒറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഉള്ള ബാക്കി 18 പേർക്ക് നേരത്തെ മനസ്സിലായതാണ്. ഇപ്പൊ അവർക്ക് കൂടുതൽ ഇറിറ്റേറ്റ് ആകുന്നു. കാരണം വെളിയിരിക്കുന്ന നമുക്കും ഇറിറ്റേറ്റ് ആകുന്നു. ആരെങ്കിലുമായിട്ട് മിണ്ടിയാൽ തന്നെ ഇവർ ഒരുമിച്ച് വന്ന് നിൽക്കുക. ഇവർ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ 24/7 കാണുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇവർ ആരോടെങ്കിലും സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകും. എന്നിട്ട് അവിടെ പോയി കിടന്നുകൊണ്ട് കൈ പിടിക്കുക, തോളത്ത് തട്ടുക. അവരെന്തോ വലിയ സംഭവമാണ്, രണ്ടുപേരും ഞങ്ങൾ രണ്ടും വലിയ കൂട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, ഇനി അറിയാതെ ചെയ്യുന്നതാണോ, ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും രണ്ട് കുഞ്ഞുവാവകളും കൂടി അവിടെ കാണിക്കുന്ന ഷോ അവരാലോചിക്കേണ്ടത് 18 പേരേ ഉള്ള അകത്ത്, പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വെളിയിൽ ഇത് കാണുന്നുണ്ട്. ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇന്ന് റോക്കി ഒരു സൈഡിൽ ഇരിക്കുന്നു, ഇപ്പുറത്ത് ജാസ്മിനും ഗബ്രിയും ഇരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ക്യാമറകളൊന്നും അങ്ങോട്ടല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നതെന്ന്, എനിക്ക് ഇങ്ങോട്ടൊന്നും ഫോക്കസ് വരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗബ്രി ആണെന്ന് തോന്നുന്നു, ഗബ്രി പറയുന്നുണ്ട്, അപ്പം അത് റോക്കി ഇരിക്കുന്നുണ്ട്, റോക്കിയുടെ സൈഡിൽ നിന്ന് ക്യാമറ ഫോക്കസ് ചെയ്ത്. ഇവരെപ്പോഴും ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരടുത്ത് ക്യാമറ ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, എന്താണ് സംഭവം. അപ്പൊ ഇവർ ഇരിക്കുമ്പോൾ ക്യാമറ കൂടുതൽ, ഇപ്പം എപ്പിസോഡുകൾ കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ ക്യാമറയും ഓണാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ കാണുന്നവർക്ക് തോന്നുന്നു നമ്മളെയാണ് എടുക്കുന്നത്. അപ്പൊ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ കോംബോ വലിയ സംഭവമായിട്ടൊക്കെ വെളിയിൽ പോകുന്നുണ്ട്. ഇവർ പറയുന്നതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്. അവിടെ ഒരു ഗെയിം പോലും കളിക്കാതെ ഇതൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? രണ്ടുപേരും കൂടെ ഒരു സൈഡിൽ പോയിരുന്ന് കഥ പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞ് നമുക്കും വയ്യ. പിന്നെ മറ്റൊരു സംഭവം, ഇന്നത്തെ 24/7 ഇന്ന് നടന്നത്, യമുനയും ഗബ്രിയും ജാസ്മീനും എല്ലാം പവർ റൂമിൽ ഇരിക്കുക. അപ്പൊ ഗബ്രി ചോദിക്കുന്നുണ്ട് യമുനയുടെ അടുത്ത്, ഞങ്ങൾ എന്നാണ് അപ്പോഴും വരുന്നത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞാനാണെങ്കിൽ ആരോടും ഞാൻ പ്രൊവോക്ക് ആക്കാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഗെയിം കളിക്കുന്നില്ലേ, ഞാൻ ആരോടും ഗെയിം കളിക്കാൻ വരുന്നില്ലല്ലോ എന്നങ്ങോട്ട് ചോദിച്ചപ്പം യമുന പറഞ്ഞു, നീ ഗെയിം കളിക്കാത്താണ് നിന്റെ പ്രശ്നം, നീ ഇതുവരെ ഗെയിമിലേക്ക് വന്നിട്ടില്ല. സത്യമല്ലേ പറഞ്ഞത്? അവിടെ ഗെയിം കളിക്കാൻ ഇവർക്ക് സമയമില്ല. രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡ് 24/7 എപ്പിസോഡുകളും കണ്ടവർക്കും എല്ലാം മനസ്സിലാവും. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്തും കൈ ഇങ്ങനെയാണ്. ഒരു 23 മണിക്കൂറോളം കൈ രണ്ടുപേരുടെ ഇങ്ങനെയാണ്. എന്തു പറയാനാണ്? ഇവർ സ്വന്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എന്ത് പറയാൻ പറ്റും? വെളിയിൽ ഇവരൊക്കെ ഇതുപോലെ നെഗറ്റീവ് ഉണ്ടായ കണ്ടസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസൺ മുതൽ ഇത്രയും സീസൺ എടുത്ത് 6ാമത്തെ സീസൺ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ഇത്രയും നെഗറ്റീവ് വന്ന കണ്ടസ്റ്റൻസ് വേറെ ആരുമില്ല. ഈ ജാസ്മിന്റെ ഗെയിം കൂടി കളഞ്ഞത് ഈ ഗബ്രിയാണ്. ഗബ്രി ആണെങ്കിൽ അവിടെ ഒരു ഗെയിം പോലും കളിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമായ കാര്യം. അവിടെ ഒരു ഗെയിമിലേക്ക് വരികയോ ഒരു ഗെയിം കളിക്കാനോ അറിയാത്ത ഗബ്രി, നല്ല ഗെയിം കളിക്കാൻ അറിയാവുന്ന, നല്ല ഗെയിം കളിച്ചുകൊണ്ടിരുന്ന, ആദ്യമേയൊക്കെ നല്ല ഗെയിം കളിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ജാസ്മിന്റെ ഗെയിം കൂടി കളഞ്ഞത് ഈ ഗബ്രി ഒറ്റ ഒരുത്തനാണ്, ഈ കുഞ്ഞുവാവ.
ഇന്ന് കുഞ്ഞുവാവ കാണിച്ച കുറേ പരിപാടികളുണ്ട്. ഈ ഇന്ന് റോക്കിയോട് പോയി കുറച്ചു നേരം ജാസ്മിൻ സംസാരിച്ചു. കുഞ്ഞുവാവ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ക്യാമറ കാണിക്കുന്നുണ്ട്. കുഞ്ഞുവാവയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. കുഞ്ഞുവാവ പിന്നെ ജാസ്മിൻ റോക്കിയോട് സംസാരിച്ചതിന് ശേഷം അങ്ങോട്ട് പോയി. ആ റോക്കിയുമായിട്ട് സംസാരിച്ചതിൽ റോക്കി കുറേ കാര്യങ്ങൾ എന്താണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അതിനുശേഷം ഗബ്രി ഇവിടുന്ന് എഴുന്നേറ്റ് ജാസ്മിൻ ഗബ്രി എടുത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ അന്ന് കാണണം ആ ഒരു സീന്. കുഞ്ഞുവാവ പിണങ്ങിയതിന് ശേഷം ജാസ്മിൻ എടാ നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, എടാ ഇങ്ങോട്ട് വാടാ, നീ എന്തുവാടാ പിണങ്ങിയോടാ, ഓ. എന്നിട്ട് ഒരു 5 മിനിറ്റോളം പിന്നെ അതായിരുന്നു. എന്നിട്ട് കുഞ്ഞുവാവയെ മടിയിലൊക്കെ കുഞ്ഞുവാവയെ അങ്ങോട്ട് ഇരുത്തിയിട്ട് കുഞ്ഞുവാവയെ എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിന്നെ അവിടെ ഇരുന്ന് ഇത് തന്നെ പരിപാടി. കറക്റ്റായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇത്രയും പേരുകൾ ജിൻഡോ പോലും ഇവരെക്കാൾ നല്ല ഗെയിം കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചത് ജിൻഡോ ഗെയിമൊന്നും കളിക്കത്തില്ല, ജിൻഡോ ഒരു ഇതാണ് ഗെയിം കളിക്കാൻ അറിയത്തില്ലെന്ന്. പക്ഷെ ജിൻഡോ ഇവരെക്കാൾ നല്ല ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാൾ. ഇവരാണ് ഇപ്പം ഈ 2 പേരാണ് ആ ഹൗസിൽ ഗെയിം എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന ഗെയിമിലേക്ക് കടന്നു വരാത്തത് ഈ 2 പേര് മാത്രമാണ്. ബാക്കി എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നു. ഇന്ന് ഒരു ടാസ്ക് നടന്നു. പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കുക. ഇവർ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ബോൾ കൊണ്ട് എറിയണം. മറ്റേ എതിർ ടീം എറിഞ്ഞ് ഈ പിരമിഡ് പൊളിക്കണം. പൊളിക്കാതെ ആരാണോ പിരമിഡ് പോലെ പണിയുന്നത് അവർ ജയിച്ചു എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഗെയിം തുടങ്ങി ആർക്കും കറക്റ്റായിട്ടത് മനസ്സിലാവാത്തത് കൊണ്ട് അത് അസാധുവായി. അതിനുശേഷം പിന്നെയും ഗെയിം തുടങ്ങിയപ്പോൾ റോക്കി ഇവിടുന്ന് ബോൾ എറിയുന്നുണ്ട്. റോക്കിക്ക് എറിയേണ്ടത് വെച്ചാൽ 3 പേരാണ് പവർ ഗ്രൂപ്പിലെ 3 പേരാണ് മുന്നിൽ കയറി നിൽക്കുന്നത്. പുറകിൽ ജാൻമണി നിന്നിട്ട് പിരമിഡ് ഉണ്ടാക്കുന്നു. ബാക്കിയുള്ളിടത്തെല്ലാം ഈ 2 പേരാണ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് എറിയുന്നത് ഈ 3 പേര് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എറിയാൻ പാടാണ്. പവർ ഗ്രൂപ്പിന്റെ പിരമിഡ് എറിഞ്ഞ് പൊളിക്കാൻ പാടാണ്. എന്നിട്ട് റോക്കി അവിടുന്ന് കറക്റ്റായിട്ട് എറിയുന്നുണ്ട്. പക്ഷെ റോക്കിയുടെ എയറിന് പവറാണ് കേട്ടോ, എയറിന് നല്ല പവറുണ്ട്. പക്ഷെ ബിഗ് ബോസ് പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ എറിയണ്ട, നിങ്ങൾ അങ്ങനെ എറിയണ്ടെന്നല്ല. നിങ്ങൾ എങ്ങനെയും എറിഞ്ഞ് പിരമിഡ് പൊളിക്കുക, അതിനെ തടുക്കുക എന്നുള്ളതാണ് പവർ ഗ്രൂപ്പിൻ്റെത്. എന്നിട്ട് ഇവിടെ നിന്ന് റോക്കി എറിഞ്ഞപ്പോഴത്തേക്ക് റോക്കിയെ ആ ഒരു സീനിൽ റോക്കിയെ കറക്റ്റായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ ചെയ്തതും ഗബ്രിയ. അവിടുത്തെ ലേഡീസ് ഒന്നും പറഞ്ഞു, അവരെല്ലാം തടുക്കുന്നുണ്ട്. എന്നിട്ട് ഗബ്രി പറയുന്നത് എൻ്റെ അസ്ഥാനത്ത് എറിഞ്ഞു, ലേഡീസിന്റെ പവർ ഗ്രൂപ്പിലെ ലേഡീസിന്റെയും വൈരാഗ്യ ബുദ്ധിയോട് കൂടി എറിഞ്ഞെന്നുള്ളതാണ്. അവിടെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ എറിഞ്ഞ് പൊളിക്കുക എന്നുള്ളത്. അതിപ്പം വൈരാഗ്യം ഉണ്ടോ വൈരാഗ്യം ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. ബോളാണ് എറിയുന്നത്, അത് തടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ. എന്നിട്ട് ഗബ്രി പറയുന്നത് നീ ആണുങ്ങളെ എറിയടാ, നീ പെണ്ണുങ്ങളെ എറിയുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഗബ്രി എന്തോ ചെയ്യുന്നത് ഗബ്രിക്ക് തന്നെ അറിയത്തില്ല. ഈ ബോൾ കൊടുത്തേക്കുന്നത് എറിയാനല്ലേ, അത് അവരെങ്ങനെ എറിയും, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ പ്രൊവോക്കിംഗ് ഉണ്ടാക്കിയത് ഗബ്രി തന്നെയാണ്. പിന്നെ ഈ പ്രൊവോക്കിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബഹളമായി, വഴക്കായി, റോക്കിയുമായിട്ട് സംസാരമായി. അപ്പോഴും ജാസ്മിൻ ഓടി വരുന്നുണ്ട്. എന്തിനാ? ഗബ്രിയെ സഹായിക്കാൻ. ഗബ്രിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ ഓടി വന്ന് വക്കാലത്ത് പിടിക്കണം. അങ്ങനെ വക്കാലത്ത് പിടിച്ചാണ് ജാസ്മിൻ ഈ അവസ്ഥയിലായത്. നല്ലൊരു ഗെയിം പ്ലെയറായ ഈ കപ്പ് തന്നെ കിട്ടും എന്ന് നമുക്ക് മനസ്സിൽ കയറിയപ്പോഴേ കുഴപ്പമില്ല, കപ്പ് എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച ആള് ഇപ്പൊ കപ്പ് പോയിട്ട് പോലും കിട്ടാത്തൊരവസ്ഥ. എല്ലാവരും പറയുന്നുണ്ട് ബസർ അടിച്ചു കഴിഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടായപ്പോഴത്തേക്ക് ഗബ്രിയെ റോക്കി ബോൾ എടുത്തെറിഞ്ഞെന്ന്. ആ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം കാണണം. അവിടെ റോക്കി ആണെങ്കിൽ ബോൾ എടുക്കുന്നത്, അവിടെ പ്രൊവോക്കിംഗ് ആണ് ഗെയിം. പ്രൊവോക്കിംഗ് ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം. ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം വഴക്കുണ്ടായപ്പോൾ റോക്കി അവിടെ നിന്ന് ഒരു ബോൾ എടുത്ത് ചെറുതായിട്ട് ഗബ്രി എറിയുന്നുണ്ട്. പക്ഷെ അത് റോക്കി ചെയ്തത് തെറ്റാണ്. ഗെയിം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിലാണ് എറിഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വിട്ടു. റോക്കി ഇങ്ങോട്ട് പോകുന്നു, ഗബ്രി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് നീ ആണാണെങ്കിൽ നേരെ എറിയടാന്ന്. അവരെ ഈ ബോൾ ഇരിക്കുകയാണ്. അവന് റോക്കി എറിഞ്ഞിട്ട് പറഞ്ഞ് മേത്ത് തന്നെ റോക്കി എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ആണാടാ എന്ന് പറഞ്ഞു. ആണാണെങ്കിൽ നീ എറിയടാന്ന് പറഞ്ഞപ്പം ആരാണേലും എറിഞ്ഞു പോകും. പക്ഷേ റോക്കി അവിടെ ചെയ്ത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുമല്ല. പക്ഷെ അവിടെ ഈ 2 പേരുടെ കയ്യിലും തെറ്റുണ്ട്, 2 അല്ല 3 പേരുടെ കയ്യിലും. അതിനുശേഷം അവിടെ ഉള്ളവരെ എല്ലാം സ്പ്ലിറ്റ് ചെയ്യിച്ചുകൊണ്ട് ജാസ്മിൻ ഒരു കളി കളിച്ചു. റോക്കിക്കെതിരെ അവിടെയുള്ള പവർ ഗ്രൂപ്പിലുള്ളവരെ ഒന്ന് തെറ്റിച്ചുകൊണ്ട് അവരെ വഴക്കുണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇവരെ തമ്മിൽ തെറ്റിക്കാന്നുള്ളത്. പക്ഷെ അവിടെ അവർ നിന്നു കൊടുത്തില്ല. അതിന്റെ വൈരാഗ്യം എല്ലാം ജാസ്മിനും ഉണ്ടായിരുന്നു, ഗബ്രിക്കും ഉണ്ടായിരുന്നു. കൂടുതലും ജാസ്മിനും ഗബ്രിയും പറഞ്ഞത് ലേഡീസിനെ എറിഞ്ഞു, ഭയങ്കരമായിട്ട് എറിഞ്ഞു, നോവിക്കുന്ന രീതിയിൽ എറിഞ്ഞു, അവരുടെ അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞവരൊന്നും ഇവരോട് ചോദിക്കുന്നില്ല, റോക്കിയോട് ചോദിക്കുന്നില്ല, ഇവരാണ് വന്ന് പറയുന്നത്. അതിനുശേഷം ചോദിച്ചപ്പം ഇത് പറഞ്ഞത് രേഖ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. രേഖ തലയാട്ടുന്നുണ്ട് ഇങ്ങനെ.
ചേച്ചി അറിഞ്ഞുകൊണ്ട് എങ്ങാണ്ടല്ലേ എറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ തലയാട്ടുന്നുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് എറിഞ്ഞാലും എങ്ങനെ എറിഞ്ഞാലും ഗെയിം എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുത്ത ഗെയിമാണ്. അതിൽ ബോൾ എറിയുക എന്നുള്ളത്, ബോൾ എറിഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുന്നവരെ കവർ ചെയ്ത് നിങ്ങൾ ബോൾ എറിഞ്ഞ് ആ കൂടാരം പൊളിക്കുക എന്നുള്ളതാണ്. ആ പണിയുന്ന പിരമിഡ് പൊളിക്കുക എന്നുള്ളതാണ്. അപ്പം മുന്നിൽ നിൽക്കുന്നവർക്ക് ഏറ് കൊള്ളും. അത് വാശി ആയിക്കോട്ടെ, വൈരാഗ്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർ പറഞ്ഞ പോയിന്റിൽ നിന്ന് എത്ര പവറുള്ളവർ എറിഞ്ഞാൽ നല്ല പവറോട് കൂടി കൊള്ളും. അല്ലാതെ ഇപ്പോൾ ബോൾ ഇങ്ങനെ എടുത്തെറിയാൻ പറ്റത്തില്ല. അതിനുശേഷം റോക്കി ചെയ്തതെല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. റോക്കിയുടെ കയ്യിൽ നല്ല തെറ്റുണ്ട്. റോക്കി അതിനുശേഷം ബോൾ എടുത്ത് ഗബ്രി എറിഞ്ഞത് തെറ്റാണ്. അത് ആ എറിഞ്ഞതിന് ശേഷം എന്നെ എറിഞ്ഞു എന്ന് ഗബ്രി പറയുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് അത് അവിടെ ബിഗ് ബോസിനോട് പറഞ്ഞാൽ മതി. ഗെയിം കഴിഞ്ഞിട്ട് എന്നെ എറിഞ്ഞു എന്ന് പറയേണ്ട ഗബ്രി പിന്നെയും പ്രൊവോക്ക് ചെയ്തത് റോക്കിയാണ്. ഇന്ന് നീ എന്നെ നേരെ എറിയടാ, നീ ആണാണെങ്കിൽ നേരെ എറിയടാ എന്ന് പറഞ്ഞു. അവൻ അവിടെ ചില നേരെ എറിഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞാൻ ആണാടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തർക്കങ്ങളും വഴക്കുകളും എല്ലാം ആയി. സിജോ ഇടപെട്ടു. സിജോയും അർജുനും അവിടെ ഇന്ന് നല്ല രീതിയിൽ സംസാരിച്ചു. സിജോയും അർജുനും ചോദിച്ചു, നീ എന്തിനാണ് ഈ ലേഡീസിനെ എറിയുന്നു എന്ന് പറയുന്നത്? ലേഡീസിന്റെ അവിടെ കൊണ്ടും ഇവിടെ കൊണ്ടൊന്നും, ഇത് ഗെയിമാണ്. ഇവിടെ ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ ലേഡീസ് ജെൻസ് എന്നൊന്നും ഇല്ല. അതുപോലെ ഒരു ഗെയിമാണ് ഇപ്പൊ തന്നതും. അതിന് ആരെയും വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിക്കുകയും ജാസ്മീനുമായിട്ട് അർജുൻ സത്യം പറഞ്ഞാൽ ഇന്ന് അർജുൻ കറക്റ്റായിട്ട് ഇതുവരെയും ഉണ്ടായിരുന്ന അർജുൻ തകർത്തു വാരി എന്ന് പറയാം. അർജുൻ ജാസ്മീന് കൃത്യമായ മറുപടി കൊടുത്തു. ബിഗ് ബോസ് 3 പേരെയും വിളിക്കുകയും അവിടെ പറഞ്ഞു, നിങ്ങൾ ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, നിങ്ങൾ എപ്പോഴും വാണിംഗ് ഒന്നും തരാൻ പറ്റത്തില്ല, ഇതൊരു ഗെയിമാണ്, ഗെയിമിന്റെ രീതിയിൽ കാണണമെന്ന് ഗബ്രിയോട് കൃത്യമായിട്ട് പറഞ്ഞു. ഗെയിമിന്റെ രീതിയിൽ കാണുക, ഇത് ഗെയിമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഗബ്രിയെ മാത്രം പറഞ്ഞു എന്ന് വേണ്ടായിരിക്കാന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു 3 പേരോടും കൂടെ പറയുന്നതാണ്. അങ്ങനെ 3 പേർക്കും പറഞ്ഞു. 3 പേരും സൈലന്റ് ആയിട്ട് വെളിയിലോട്ട് വന്നു. ഇതിന് ശേഷം നടന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജാസ്മീനും ഗബ്രിയും കൂടെ എടുത്തിട്ട് സംസാരിക്കും. അപ്പോൾ ചായ എടുത്തുകൊണ്ട് ഒരു കപ്പിൽ ചായ എടുത്തുകൊണ്ട് റോക്കി പോയിട്ട് മാറി, ഇവിടെ നേരെ പോലും അല്ല ഇരിക്കുന്നത്, മാറിപ്പോയി ഒരു സൈഡിൽ ഇരിക്കുക. അപ്പോൾ ജാസ്മീൻ ഗബ്രിയോട് പറയുന്നുണ്ട്, വാ ഒരു കാര്യമുണ്ട്, വാ വഴക്കിനൊന്നും അല്ല, വാ ഒരു കാര്യമുണ്ടെന്ന്. അവിടുന്ന് ഈ റോക്കി പോകുന്നത് കണ്ടുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട്, അത് കയ്യിലാണല്ലോ എപ്പോഴും കൈ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അപ്പം കൈ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, പ്രത്യേകം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം വിളിച്ചുകൊണ്ട് റോക്കിക്ക് നേരെ പോയിരുന്നുകൊണ്ട് റോക്കിയെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. ആ പ്രൊവോക്കിങ്ങിൽ സത്യം പറഞ്ഞാൽ റോക്കി വീണു എന്ന് തന്നെ വിചാരിക്കാം. അതിനുശേഷം റോക്കി വന്നിട്ട് ആ അവരുടെ അടുത്തേക്ക് വരികയും, ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്തോട്ടൊക്കെ അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. റോക്കി വന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അടിയിൽ ചിലപ്പോൾ തീർന്നു തന്നെ, വേറെ ആരും ഇല്ല അവിടെ പിടിക്കാനും. അവിടെ റോക്കി കാണിച്ചത് ബുദ്ധിപരമായ ഒരു നീക്കമാണെന്ന് ഞാൻ പറയൂ. റോക്കി ശരിയാണ്, റോക്കി അവിടെ കപ്പ് വെച്ചിട്ട് അവിടെ ഇരുന്ന ഒരു കബോർഡിൽ ഇടിച്ച് ആ കബോർഡ് റോക്കിയുടെ കയ്യും പോയി, കബോർഡ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും ഭയങ്കരമായേനെ ചിലപ്പോൾ റോക്കി ദേഷ്യത്തിൽ വന്നിട്ട് റോക്കിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് റോക്കി ആരെ ഇടിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ചിലപ്പം നേരിട്ട് വന്നിട്ട് അവനെ വല്ലതും തൊട്ടിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയത്തിൽ പോയേനെ. എന്തോ അവന് സംയമനം വലുതായിട്ട് വരേണ്ടത് എന്തോ ചെറുതായിട്ട് അങ്ങനെ പോയെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. എന്തോ വലുത് വരാനുള്ളത് ഇങ്ങനെ അങ്ങ് പോയെന്ന് മാത്രം റോക്കിക്ക് വിചാരിച്ചാൽ മതി. പക്ഷെ റോക്കി ആ പ്രൊവോക്കിങ്ങിൽ വീണു എന്നുള്ളതാണ്. അതുമല്ല, ബിഗ് ബോസിന്റെ മെറ്റീരിയൽ എന്താണെങ്കിൽ എന്തും ആയിക്കോട്ടെ, ബിഗ് ബോസിന്റെ മെറ്റീരിയലാണ് നശിപ്പിച്ചത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പണിഷ്മെന്റോ എന്തെങ്കിലും കാണുമായിരിക്കാം. പക്ഷെ റോക്കി ഇനിയും കുറെ സൂക്ഷിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മീനും ഗബ്രിയും പ്രൊവോക്ക് ചെയ്യാൻ മിടുക്കരാണ്. പ്രൊവോക്കിങ്ങിൽ പെട്ടെന്ന് വീഴുന്ന ആളുമാണ് റോക്കി. മറ്റുള്ളവരെ പോലല്ല. റോക്കിയുടെ റോക്കി കണ്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, റോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നിൽ എന്ത് വരുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അതിനുശേഷം സംഭവിക്കുന്നൊന്നുമില്ല. പറയാനുള്ളത് കൃത്യമായിട്ട് മുഖത്തടിച്ച പോലെ അങ്ങ് പറയും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ഈ ക്വാളിറ്റിയിൽ സംയമനം പാലിച്ചില്ലെങ്കിൽ ചിലപ്പം കൈവിട്ടു പോകും കളി. റോക്കി ചിലപ്പോൾ പുറത്താകാനും സാധ്യത കൂടുതലാണ്. പിന്നെ എന്ത് പറയാനാ, പിന്നെ ഈ കുഞ്ഞുവാവകൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഈ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നവരെ കണ്ടില്ലേ, പള്ളിയിലേക്ക് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകത്തില്ലേ? അത് അങ്ങനെ നമുക്ക് വിചാരിക്കാം. പിന്നെ നമ്മൾ ഈ നഴ്സറി സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, സ്കൂളിൽ പോകുന്ന കൊച്ചു പിള്ളേരുടെ കൈയൊക്കെ പിടിച്ചിട്ട് നമ്മൾ പറയത്തില്ലേ, മോനെ ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം. അങ്ങനെയാണ് ഈ 2 കുഞ്ഞുവാവകളും. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുവാവ കരഞ്ഞാൽ ആ കുഞ്ഞുവാവ കരയും. ആ കുഞ്ഞുവാവ പറയുമ്പം ആ കുഞ്ഞുവാവ എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുവാവ പോയി താലാട്ടും. പിന്നെ എന്തായാലും ബിഗ് ബോസ് ഒരു ആട്ടുതൊട്ടിൽ അവിടെ പണിയാത്തത് കാര്യമായി. ചിലപ്പം ഗബ്രിയെ ആട്ടുതൊട്ടിലിട്ട് ജാസ്മിൻ ചിലപ്പം ആട്ടി ഉറക്കുന്ന കൂടെ നമ്മൾ കണ്ട് സഹിക്കേണ്ടി വന്നേനെ. എന്തോ പറയാനാണ്. എന്തായാലും ജാസ്മിനും ഗബ്രിക്കും ബുദ്ധി വെക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഈ പോക്ക് പോയ ബുദ്ധിയൊന്നും വെക്കുമെന്ന് തോന്നുന്നില്ല. സ്വയമേ മനസ്സിലാക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സ്വയമേ അവർ പിന്നെയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് പബ്ലിക് എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പ്രേക്ഷകർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ലെന്ന് ഇടയ്ക്ക് പറയും. പിന്നെ പറയും പ്രേക്ഷകരാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർ കാണുന്നുണ്ടല്ലോ, അവർക്കറിയാം ഞങ്ങൾ എന്തുവാണെന്നുള്ളത്. പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല.
ഇപ്പോഴും ഞാൻ പറയുന്നത് ഗബ്രിയോടാണേലും ജാസ്മിനോടാണെങ്കിലും നമുക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. പ്രേക്ഷകർ പൊട്ടന്മാരല്ല.